ഓം ഹരി ഓം. പ്രിയപ്പെട്ടവരെ, 10ാമത്തെ ശ്ലോകം നോക്കാം. ലിംഗദേഹമപി സന്ധ്യജന്നഥോ ദീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോക കുതുകീതും തുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയതേ. ലിംഗദേഹമപി സന്ധ്യജന്നഥോ ദീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോക കുതുകീതുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയതേ. ഇതിന്റെ അർത്ഥം നോക്കാം. ഹേ ഭഗവാനെ, ബ്രഹ്മാദി ലോകങ്ങളിൽ ഉള്ള സുഖങ്ങളിൽ ആഗ്രഹിക്കാത്ത യോഗി പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം ലിംഗശരീരത്തെയും ഉപേക്ഷിക്കുന്നവനായിട്ട്, ലിംഗശരീരം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം അർത്ഥം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതിനെയാണ് ലിംഗശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുക. പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ ലയിക്കുന്നു. ബ്രഹ്മാദി ലോകങ്ങൾ കൊതിക്കുന്നവനാകട്ടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി തന്നെ നിർഗമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 2 വിധത്തിലുള്ള മുക്തിയാണല്ലോ പറഞ്ഞത്. ഒന്ന് ഭഗവാനിലേക്ക് നേരിട്ട് പോകുന്ന മുക്തി, മറ്റേത് ബ്രഹ്മാദി ലോകങ്ങളിലൊക്കെ ഉള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവസാനം ഭഗവത്പദത്തിലേക്ക് എത്തിച്ചേരുന്ന മുക്തി. ഈ 2 മുക്തിയും യോഗങ്ങളിൽ കൂടെ അഷ്ടാംഗ യോഗം അനുഷ്ഠിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പട്ടരിപ്പാട് ഗുരുവായൂരപ്പനെ നോക്കി പറഞ്ഞത്. ഇല്ലെങ്കിൽ വാക്കെന്തെങ്കിലും മുറിക്കാനുണ്ടോ നോക്കാം. ഈ ശ്ലോകത്തിൽ ലിംഗദേഹമപി സന്ധ്യജന്നഥോ, സന്ധ്യജൻ അഥോ ആണ് സന്ധ്യജന്നഥോ എന്ന് വരുന്നത്. പിന്നെ ദീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോക കുതുകീതു തുമൂർധത. മൂർധത എന്ന് തന്നെയാണ്. മൂർധത എന്ന് പറയുമ്പോൾ നമ്മുടെ മൂർധാഗ്നിയാണ് പറയുന്നത്. സാർദ്ധമേവ കരണൈർ നിരീയതേ. അധികം മുറിക്കാനില്ല, എളുപ്പത്തിൽ ചൊല്ലിപ്പോവാൻ പറ്റും. ലിംഗദേഹമപി സന്ധ്യജന്നഥോ ദീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോക കുതുകീതുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയതേ. ഇനി 11ാമത്തെ ശ്ലോകം. അഗ്നിവാസര വളക്ഷ പക്ഷകൈർ ഉത്തരായണ ജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. അഗ്നിവാസര വളക്ഷ പക്ഷകൈഃ ഉത്തരായണ ജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഹേ ഭഗവാനെ, അവിടുത്തെ മുഖ്യമായി സേവിച്ച യോഗി അഗ്നി പകൽ സമയം, ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളുമായ ദേവതകളാൽ സൂര്യലോകം പ്രാപിക്കപ്പെട്ടവനായി ദിവ്യാനന്ദം അനുഭവിക്കുന്നതിനായിട്ട് ധ്രുവപലോക പര്യന്തം എത്തിച്ചേരുന്നു. ഓരോ ജീവന്റെ ഗതിയെ കുറിച്ച് പറയാണ്. യോഗികളുടെ ജീവന്റെ ഗതിയെ കുറിച്ച് അഗ്നി വാസരം എന്ന് പറഞ്ഞാല് പകൽ സമയം, വളക്ഷപക്ഷ പറഞ്ഞാല് ശുക്ലപക്ഷം, പിന്നെ ഉത്തരായണ ജുഷ, ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളുമായ ദേവതകളാൽ. ദേവതകളുണ്ട്, അഗ്നിക്ക് ദേവതയുണ്ട്, പകൽ സമയത്തും ദേവതയുണ്ട്, ശുക്ലപക്ഷത്തിന് ദേവതയുണ്ട്. അതുപോലെ ഉത്തരായണ കാലം
ദേവതമാരുണ്ട്. അവരൊക്കെ സൂര്യലോകം വരെ ഈ ജീവനെ കൂട്ടിക്കൊണ്ടുപോകും. അവസാനം ശിവലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ആണ് പറയുന്നത്. അഗ്നി വാസര വളക്ഷപക്ഷകൈഃ ഉത്തരായണ ജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. എങ്ങനെയാണ് വാക്ക് മുറിക്കാം നോക്കാം. അഗ്നി വാസര വളക്ഷ പക്ഷകൈർ ഉത്തരായണ ജുഷ. രുത്തരായണ നേരിണ്ടാവും. ഉത്തരായണ ജുഷ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. ധ്രുവപദാന്തം ധ്രുവലോകപര്യന്തം ഈയതേ പറഞ്ഞാല് എത്തിച്ചേരുന്നു എന്നാണ് അർത്ഥം. ഇതിലും അധികമൊന്നും വാക്കുകൾ മുറിക്കാനില്ല. എളുപ്പമുള്ള ശ്ലോകങ്ങളാണ്. അഗ്നിവാസര വളക്ഷപക്ഷകൈഃ ഉത്തരായണ ജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. ഇനി 12ാമത്തെ ശ്ലോകം. ആസ്തിതോഥ മഹരാലയേ യദാ ശേഷവക്ത്ര ദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തഥാ ചേതസഃ പദമതഃ പുരൈവ വാ. ആസ്തിതോഥ മഹരാലയേ യദാ ശേഷവക്ത്ര ദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തഥാ ചേതസഃ പദമതഃ പുരൈവ വാ. അർത്ഥം നോക്കാം. ആസ്തിതോഥ മഹരാലയേ യഥാ. ധ്രുവപദപ്രാപ്തിക്ക് ശേഷം മഹരാലയം എന്ന് പറഞ്ഞ മഹർലോകം, അവിടെ എത്തിയിട്ട് സുഖമായി വസിക്കുന്നു ആ ജീവൻ. അതിനുശേഷം അനന്തന്റെ മുഖത്തിൽ നിന്ന് ഉയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. ശേഷവക്രൻ എന്ന് പറഞ്ഞാല് അനന്തമൂർത്തി, ദഹനൻ എന്ന് പറഞ്ഞാല് അഗ്നി, ഉഷ്ണം ചൂടുകൊണ്ട്, അർദ്ധ്യത പറഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങേ തന്നെ ശരണം പ്രാപിച്ച് പിന്നെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. വേദസ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥം. അതിനുശേഷം അല്ലെങ്കിലോ ഈ അനന്തന്റെ മുഖത്തിൽ നിന്ന് വരുന്ന അഗ്നിക്ക് മുമ്പേ തന്നെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. ആസ്തിതോഥ മഹരാലയേ യഥാ ശേഷവക്ത്ര ദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയഃ തഥാ. ബുദ്ധിമുട്ടില്ല. ഈയതേ ഭവതുപാശ്രയസ്തഥാ തന്നെ വായിക്കാം. ചേതസഃ പദം അതഃ പുരൈവ വാ. അതും ബുദ്ധിമുട്ടില്ല. ചേതസഃ പദമതഃ പുരൈവ വാ. എല്ലാം ബുദ്ധിമുട്ടില്ലാത്ത ശ്ലോകങ്ങളാണ്. വളരെ വേഗം പഠിച്ചെടുക്കാൻ പറ്റും. ആസ്തിതോഥ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തഥാ ചേതസഃ പദമതഃ പുരൈവ വാ. ആസ്തിതോഥ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തഥാ ചേതസഃ പദമതഃ പുരൈവ വാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം.